ഹിസ്റ്ററി ക്ലാസ്. നമ്മളിന്ന് ബ്രിട്ടീഷ് ഭരണവും ചെറുത്തുനിൽപ്പും എന്നുള്ള ചാപ്റ്ററാണ് എടുത്ത് വെക്കുന്നത്. അതിൽ ചൂഷണം തിരിച്ചറിയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1857 വിപ്ലവത്തെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ചൂഷണം തിരിച്ചറിയുന്നു എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമാണ് ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ സാമ്പത്തിക ചൂഷണം ഉണ്ടാക്കിയപ്പോൾ അത് ഇന്ത്യയിലെ പല ആളുകൾക്കും ബ്രിട്ടീഷുകാരോട് ഒരു വിരുദ്ധമായിട്ടുള്ള, ബ്രിട്ടീഷുകാരോട് എതിർക്കുന്ന ഒരു മനോഭാവമാണ് ഉണ്ടായത്. ഈ മനോഭാവമാണ് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം. എന്താണ് ഈ ദേശീയത എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യത്തിലെ ജനങ്ങൾ മതവും ജാതിയും മറ്റ് എല്ലാ കാര്യങ്ങളും മറന്ന് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആ ഒരു മനോഭാവം, അതാണ് ദേശീയത. ഈ ദേശീയത എന്നുള്ള ഒരു ആശയം ഉണ്ടാവാൻ തന്നെ കാരണം ബ്രിട്ടീഷുകാരോടുള്ള ആ ഒരു മനോഭാവമായിരുന്നു. ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ഐക്യബോധമാണെന്ത്? ദേശീയത. കണ്ടില്ലേ? ജാതിയും മതവും സംസ്കാരവും വർഗവും പ്രാദേശിക വ്യത്യാസങ്ങളൊന്നും നോക്കാതെ എല്ലാ ജനങ്ങളും സ്വന്തം രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആ ഒരു അവസ്ഥ, അപ്പോൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള മനോഭാവമാണ് ദേശീയത. ഇങ്ങനെ വളർന്നു വരുന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇന്ത്യയുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നെത്തിയ 72 പ്രതിനിധികൾ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ആ ഇന്ത്യൻ ജനതയിടയിലുണ്ടായ ആ ദേശീയത എന്ന് പറഞ്ഞ ആശയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവാൻ കാരണം. ഇത് 1885 ഡിസംബർ മാസത്തിലാണ് ഉണ്ടായത്. ബോംബെയിൽ വെച്ച് രൂപീകരിച്ചു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയ വ്യക്തിയായിരുന്നു ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറഞ്ഞു. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയ വ്യക്തിയാണ് ആര്? ഈ ദാദാഭായ് നവറോജി. അദ്ദേഹം ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ഒരു നിഗമനത്തിൽ അദ്ദേഹം എവിടെ ചെയ്തു? പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താണെന്ന്. അതിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണെന്ന് നോക്കണം. ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നു പോകുന്നത് എങ്ങനെയായിരുന്നു? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം ബ്രിട്ടൻ കയറ്റുമതി ചെയ്ത് അവരുടെ രാജ്യത്തേക്ക് എത്തിച്ചു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ദെൻ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്ക വഴി അവർക്ക് ലഭിക്കുന്ന ലാഭം, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി, ഇതെല്ലാം ഇന്ത്യക്കാരുടേതായിട്ടുള്ള വിഭവങ്ങളായിരുന്നു. ഇതെല്ലാം ആരുടെ കയ്യിലേക്ക് എത്തി? ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്കായി മാറി. അതോടുകൂടി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രരാക്കുന്നു എന്ന് സംബന്ധിച്ച് സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ എത്ര മോശം അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാരുടെ പങ്ക് വിലപ്പെട്ടതാണ്. ഇവർ 3 പേരും കൂടിച്ചേർന്നിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണം എന്താണെന്ന് അറിയിപ്പിച്ചത്. തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണവും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ വിരുദ്ധ മനോഭാവം ഉണ്ടാകാൻ കാരണമായി. ഇത്തരത്തിൽ വളർന്നു വന്ന ഇന്ത്യൻ ദേശീയതയെ ചരിത്രകാരന്മാർ സാമ്പത്തിക ദേശീയത എന്നാണ് വിളിക്കുന്നത്. ഇനി സ്വദേശി പ്രസ്ഥാനം. സാമ്പത്തിക ചോർച്ച തടയാൻ വേണ്ടി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്താനുമാണ് ആദ്യകാല ദേശീയ നേതാക്കൾ പറഞ്ഞത്. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചോർന്നു പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇനി മുതൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കണമെന്നും സ്വന്തം രാജ്യത്ത് ഉണ്ടാക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്നും ആദ്യകാലത്തെ ദേശീയ നേതാക്കൾ ജനങ്ങളോട് പറഞ്ഞു.
1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിൻ്റെ പ്രധാന രീതി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെല്ലാം ബഹിഷ്കരിക്കണമെന്നായിരുന്നു. എന്നിട്ട് തദ്ദേശീയ വസ്തുക്കൾ, ഇന്ത്യയിലെ നിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിക്കാനാണ്. സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ വിദേശ വസ്ത്രങ്ങൾ ശേഖരിച്ച് പരസ്യമായി കൂട്ടിയിട്ട് കത്തിച്ചു. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞതോടുകൂടി ഇന്ത്യയിലെ വ്യവസായങ്ങൾ കുറച്ചും കൂടി നന്നാവാൻ തുടങ്ങി. നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയൊക്കെ ആരംഭിച്ചു. മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് സ്വദേശി സമര കാലഘട്ടത്താണ്. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവാണ് ഉണ്ടായത്. കണ്ടോ, അപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിൻ്റെ പ്രധാന സവിശേഷത. വിദേശ വസ്ത്രങ്ങൾ അലക്കുകാരും വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. വിദേശത്തു നിന്നുള്ള വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളും സ്കൂളുകളിൽ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സമരത്തിൻ്റെ ഭാഗമായി. അങ്ങനെ സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത ഒന്നുകൂടി ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയാൻ തുടങ്ങി. അവർ ലാൽ ബാൽ പാൽ എന്നറിയപ്പെട്ടു. ലാൽ ബാൽ പാൽ എന്ന് പറഞ്ഞാൽ, ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ്, പാൽ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രപാൽ, ബാൽ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക്. ഇങ്ങനെ 3 പേർ, അവർ 3 ചേർന്ന സഖ്യമാണ് ലാൽ ബാൽ പാൽ. സഖ്യമല്ല, അവരറിയുന്ന പേര്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥനായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ബാലഗംഗാധര തിലകൻ നിർണായകമായ പങ്കുവഹിച്ചു. ഇതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നാണ് ബ്രിട്ടീഷ് പത്രപ്രവർത്തകരും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത്. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ ഒരു സംഘടിത രൂപം പ്രാപിച്ചത് എങ്ങനെയെന്ന് കണ്ടല്ലോ. ഇത്തരം പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ ദേശീയതയായി പരിണമിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻറ്റും അതേസമയം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണിത്. നിങ്ങൾക്ക് ഏവർക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം.